SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ അതിൽ വഴി എനിക്ക് മില്യൺ ഏൺ ചെയ്യാനായിട്ട് പറ്റി. ഞാനത് റിവീൽ ചെയ്യുകയാണ്. കാരണം 2019-2021 ടൈമിലാണ് എനിക്ക് ഈ പറഞ്ഞ മില്യൺ ഏൺ ചെയ്യാനായിട്ട് പറ്റിയത്. ഞാൻ 2 മില്യൺ ഏൺ ചെയ്തു. അത് നിങ്ങൾക്കും ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് എങ്ങനെ ചെയ്തു, ഞാനെങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ മില്യൺ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ SIP മെത്തേഡ് എന്നാണ് പറയുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നു, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ചാർട്ടിലും എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതാണ് SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മാസത്തിൽ 1500 രൂപ, 500 രൂപ മുതൽ 1500 രൂപ വരെ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതിൽ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിച്ച് കളയുന്നതുമായിട്ടുള്ള ഒരു എമൗണ്ട്, ജസ്റ്റ് 500 ഓർ 1500. ഞാൻ 1500 വെച്ചിട്ടാണ് ഞാൻ SIP ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ മെത്തേഡ് വെച്ചിട്ട് തന്നെ പറയാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ മന്ത്ലി 1500 രൂപ വെച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് ചിന്തിക്കാം. അപ്പോൾ ഇതിന് തിരഞ്ഞെടുക്കുന്ന കോയിൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പിന്നീട് പറയാം. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ BTC തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം ബിയർ മാർക്കറ്റിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറഞ്ഞ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത്. ഇതുവഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മില്യണയർ ആവാൻ പറ്റും. ഓക്കെ, ഇതാണ് SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. അപ്പം മന്ത്ലി നമുക്കൊരു 1500 രൂപ വെച്ച് മാറ്റി വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന നിങ്ങൾ അനാവശ്യമായി ചിലവാക്കി കളയുന്ന എമൗണ്ട് ഒരു 1500 രൂപ ഉണ്ടെന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഇതിന് വേണ്ടി BTCയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ജസ്റ്റ് 30% മാത്രം റിട്ടേൺ ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം BTCയിലെ റിട്ടേൺ ഞാൻ കാണിച്ചു തരാം. BTCയിലെ ലാസ്റ്റ് 5 ഇയറിലെ റിട്ടേൺ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 476% റിട്ടേൺ ആണ് വന്നിട്ടുള്ളത് പാസ്റ്റ് 5 ഇയറിൽ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് 30% റിട്ടേൺ. ഓക്കെ, 1500 രൂപയ്ക്ക് നമ്മൾ എവറി മന്ത് 1500 രൂപയ്ക്ക് BTC വാങ്ങുന്നു. അവിടെ നമ്മൾ BTCയുടെ വിലയോ മാർക്കറ്റ് അപ്പാണോ മാർക്കറ്റ് ഡൗൺ ആണോ യാതൊരുവിധ കാര്യങ്ങളും നോക്കുന്നില്ല. എല്ലാ മാസവും നിങ്ങൾ ഒരു 1-ാം തീയതിയോ 5-ാം തീയതിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡേറ്റിന് കറക്റ്റായിട്ട് ഈ 1500 രൂപയ്ക്ക് നിങ്ങൾ BTC വാങ്ങുന്നു. എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ 30% ആണ്. ടൈം പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 ഇയർ 10 ഇയർ വെക്കാം. ഞാനിവിടെ 1500 രൂപ വെച്ച് മന്ത്ലി 10 ഇയറിലേക്ക് കണ്ടിന്യൂ ആയിട്ട് ഞാൻ 1500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 1500 രൂപയ്ക്ക് കണ്ടിന്യൂ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 ഇയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 1,80,000 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് വരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 9,49,026 രൂപയാണ്. നിങ്ങളുടെ റിട്ടേൺ ജസ്റ്റ് 30% റിട്ടേൺ കിട്ടിയാൽ തന്നെ 10 ഇയറിലേക്ക് 9,49,026 ക്രെഡിറ്റ് ആവും. ടോട്ടൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 11,29,026. അതായത് 1 മില്യണിന് മുകളിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് റിട്ടേൺ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് 30% റിട്ടേൺ കിട്ടിയ ഒന്ന് ചിന്തിക്കുക. BTCയുടെ കാര്യം ഞാൻ പറയുന്നത്, BTC നിങ്ങൾ നോക്കുക, ലാസ്റ്റ് 5 ഇയറിലെ റിട്ടേൺ എന്ന് പറയുന്നത് 476 ആണ്. 30% റിട്ടേൺ കിട്ടിയ എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു SIPയുടെ പവർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ടുപോയി ഒറ്റയടിക്ക് BTC വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു തെറ്റായിട്ടുള്ള ടൈം പീരീഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോസിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങളിപ്പോൾ ഞാനീ പറഞ്ഞ ഈ 1,80,000 തന്നെ 1500 എന്നുള്ള കൺസെപ്റ്റിൽ 10 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് ഒരു ആവറേജ് മെത്തേഡാണ്. ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ DCA ഡോളർ കോസ്റ്റ് ആവറേജ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ
നമുക്ക് ചാട്ടി കാണിച്ചു തരാം അതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. 1,80,000 കൊണ്ട് ഒരുമിച്ചിടുന്നതും 1,500 വെച്ച് 10 വർഷത്തേക്ക് ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഞാനൊരു പോർട്ട്ഫോളിയോ ഇതെടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ BTC ഇട്ടു. കറണ്ട് പ്രൈസ് 15,85,000. ഓക്കെ, 1,500-ന് 0.0009 1,500 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, SIP ചെയ്യുന്നു. ഓക്കെ, 0.015 അപ്പോൾ വന്നു. അത് നമ്മൾ വാങ്ങി. നെക്സ്റ്റ് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ 15 എന്നുള്ളത് ഇപ്പോൾ 15 കിടക്കുന്നത്, അത് 17 ചിന്തിക്കുക. എന്താ പറയുക, ആവറേജ് മെത്തേഡിലൂടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് കുറഞ്ഞു വരും. ആവറേജ് ബൈയിങ് പ്രൈസ് കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. ഇല്ല, മാർക്കറ്റ് അപ്പ് ആണോ മാർക്കറ്റ് ഡൗൺ ആണോ ഒന്നും കെയർ ചെയ്യുന്നില്ല. 1,500 വെച്ച് എവരി മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 ഇയർ ആണ് നമ്മുടെ ടാർഗറ്റ്. നമ്മളുടെ റിട്ടേൺ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വെറും 30% മാത്രമാണ്. BTCയിലെ 5 ഇയറിൽ റിട്ടേൺ എന്ന് പറയുന്നത് 476% ഓർക്കുക. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ബൾക്കി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയാലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫ് സേവിങ്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് വളരെ റിസ്ക് ആണ്. ലോൺ എമൗണ്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, SIP ചെയ്യുക. നമ്മളുടെ ആവശ്യങ്ങൾക്കെല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളുടെ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു തുക, ഉദാഹരണം നമ്മളൊരു മന്ത്ലി 3 വീക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്ന് ചിന്തിക്കുക. 1,500-ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്ന് ചിന്തിക്കുക. അത് 2 വീക്ക് ആക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു 1,500 സേവ് ചെയ്യാൻ പറ്റില്ലേ? ആ എമൗണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം നിങ്ങളത് ഓൾറെഡി പുറത്ത് ചിലവാക്കുന്ന എമൗണ്ടാണ്. അത് നിങ്ങൾ SIP ചെയ്യുന്നു. അങ്ങനെ SIP ചെയ്താൽ ജസ്റ്റ് 30% റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്താൽ പോലും 10 ഇയറിൽ നിങ്ങൾക്ക് മില്യണർ ആവാനായിട്ട് പറ്റും. ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ തുക കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം പീരീഡ് കുറയും, റിട്ടേണും അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറച്ച് നേരത്തെ ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന 2021 ലാസ്റ്റ് 2022 എന്ന് പറയുന്നത് ഒരു ബുൾ മാർക്കറ്റ് ടൈം, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വേഗത്തിൽ ലെസ് ദാൻ ഒരു 1.5 ഇയറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റി, മില്യൺസ് ഏൺ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, ബിയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 ഇയർ കൺസെപ്റ്റ് അല്ലെങ്കിൽ 10 ഇയർ കൺസെപ്റ്റിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ടത്. അതും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഫണ്ടുകൾ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഇതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും, മില്യൺസ് ഉണ്ടാക്കാൻ പറ്റും, ബില്യൺസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും 1 നൈറ്റിൽ അല്ലെങ്കിൽ 1 ഡേയിൽ കോടീശ്വരനാവണം അല്ലെങ്കിൽ മില്യണർ ആവണം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സോ അതുകൊണ്ടാണ് ആളുകൾ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത്. അവർക്ക് ക്ഷമയില്ല. സോ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, SIPയുടെ ഈ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, SIPയുടെ പവർ മനസ്സിലാക്കുക. അത് പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മില്യൺസ് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് റിട്ടേൺ കിട്ടും. കാരണം BTCയുടെ നമുക്ക് 5 ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 476% ആണ്. നമ്മൾ പറയുന്ന 30% റിട്ടേൺ ആണ് BTCയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. SIP ചെയ്യാം. ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ലൈഫ് സേവിങ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് മതി. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന നഷ്ടമായ കുഴപ്പമില്ല എന്നുള്ളൊരു ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മന്ത്ലി നിങ്ങൾക്ക് 500 രൂപ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. നിങ്ങളുടെ ലൈഫ് സേവിങ്സിനെ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയെ ആ 500 രൂപ ആ മാസത്തെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പോൾ ചിലർക്ക് ഒരു 5,000 രൂപ ഒരു മന്ത്ലി മാറ്റി വെക്കാനുണ്ടാവും, അല്ലെങ്കിൽ 5,000 രൂപ അടിച്ചു പൊളിക്കാനുണ്ടാവും. 5,000 രൂപ നഷ്ടപ്പെട്ട എനിക്ക് പ്രോബ്ലം ഇല്ല, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിലോ എൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നാലോ അതെന്നെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നുള്ള ചിന്തിക്കുന്നവരൊക്കെ 5,000 വെക്കാം. അത് വേറെ ചിലർക്ക് 5 ലക്ഷം ആയിരിക്കാം. അത് നമ്മളുടെ കംഫർട്ട് സോൺ നോക്കിയിട്ട് ചെയ്യാം. ബട്ട് SIP ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ പ്രോഫിറ്റ് റിട്ടേൺസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ പവർ മനസ്സിലാക്കുക, അത് പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക. ഇനിയും വൈകിട്ടില്ല. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ കറക്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത്
മാർക്കറ്റ് ഒരു ബീറിഷ് മാർക്കറ്റിലാണ്. മാർക്കറ്റ് ഇനി എത്ര വേണമെങ്കിലും തകർന്നോട്ടെ, SIP ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കെയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോർമൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, ശരിയായിട്ട് എക്സിറ്റ് ആയിരിക്കണം. ബട്ട് SIP ചെയ്യുന്നത് ഒരു ആവറേജ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ്. ആവറേജ് മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ സംഭവം പൊളിയായിരിക്കും.